കഴിഞ്ഞ 26 ദിവസത്തെ സമാധാനത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ മെയ് 4 വൈകുന്നേരത്തോടു കൂടി ഇറാൻ്റെ ഭാഗത്തു നിന്ന് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ UAE ഉണ്ടായതും അതേ തുടർന്ന് അതിനെ നിർവീര്യമാക്കാൻ വേണ്ടി UAE ഇടപെട്ടതും നമ്മൾ അറിഞ്ഞ വാർത്തയ്ക്ക് പിന്നാലെ ഇന്ന് മെയ് 5 തത്തുല്യമായ രൂപത്തിൽ മിസൈൽ ആക്രമണം ഉണ്ടാവുകയും അതിനെ ശക്തമായി UAE പ്രതിരോധിക്കുകയും ചെയ്തു എന്ന വൃത്താന്തം വരികയാണ്. കൂട്ടത്തിലൊരു കാര്യം കൂടി, അറേബ്യൻ ഗൾഫിൽ ഹോർമൂസ് കടലിടുക്കിൻ്റെ മുകളിലൂടെ പറക്കുകയായിരുന്ന ഒരു അമേരിക്കൻ ബോയിങ് സ്ട്രാറ്റോ ടാങ്കർ റീഫ്യൂവലിംഗ് വിമാനം പെട്ടെന്ന് റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായ വിവരം ലോകമെമ്പാടും വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ്. അത് ഒന്ന് താഴ്ന്നു പറന്നിട്ട് ഖത്തറിൻ്റെ ഭാഗത്തേക്ക് പോകുന്നതായിട്ടാണ് അവസാനം റഡാറിൽ പ്രത്യക്ഷപ്പെട്ട വിവരം. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് 7700 എന്ന പ്രത്യേക എമർജൻസി സിഗ്നൽ വിമാനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചിരുന്നതായും ഈ റിപ്പോർട്ടുകൾ പറയുന്നു. തുടർന്ന് ഇതെവിടെയെങ്കിലും ഇതിനെ കണ്ടെത്തിയോ, എവിടെയെങ്കിലും വീണ് തകർന്നതിൻ്റെ അവശിഷ്ടങ്ങൾ വല്ലതും കണ്ടെത്തിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അതോ മനഃപൂർവ്വം ആ വിമാനത്തിൽ നിന്ന് ചില ആക്രമണങ്ങളോ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദമോ കൊണ്ട് റഡാർ ഓഫ് ചെയ്യാവുന്ന വിധത്തിൽ എന്തെങ്കിലും സാങ്കേതിക സംവിധാനം ചെയ്തു വെച്ചതാണോ എന്നൊന്നും അറിയില്ല എന്നാണ് ഇതുവരെ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇനി രാത്രിയോ നാളെയോ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണം ഉണ്ടാകാം എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൻ്റെ സംരക്ഷണം എന്ന രൂപത്തിൽ അമേരിക്കയും ഇറാനും വാശി പിടിച്ച് ചില ഇടപെടലുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അതുകൊണ്ട് തന്നെ കപ്പലുകൾ കടന്നു പോകണമെന്ന് അമേരിക്ക പറയുമ്പോൾ ആ കടന്നു പോകുന്ന കപ്പലുകൾക്ക് അപകടത്തിൻ്റെ തോത് എത്രത്തോളം ഉണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കാൻ വേണ്ടി ചില പ്രത്യേക ഡോമുകൾ കടലിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്കൻ നാവികസേന എന്നൊരു റിപ്പോർട്ടുണ്ട്. അത് ചുവപ്പ്, വെള്ള, നീല എന്നിങ്ങനെ 3 നിറത്തിലുള്ള ഡോമുകളാണ് സ്ഥാപിക്കാൻ പോകുന്നത്. അപകടത്തിൻ്റെ തോത് എത്രയാണ് എന്നുള്ളത് ഡോമിൻ്റെ നിറം നോക്കിയിട്ട് പോകുന്ന കപ്പലുകൾ തീരുമാനിക്കണം എന്നാണ് വ്യവസ്ഥ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാഗത്ത് അമേരിക്കയുടെയും ഇറാൻ്റെയും സൈനികർ പല വിധത്തിൽ പരസ്പരം വെടിയുതിർക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഹോർമൂസിൻ്റെ മാനേജ്മെൻറ്റ് അവകാശം സ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിയുള്ള കിടമത്സരങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഇത്തരം റിപ്പോർട്ടുകളിലുണ്ട്. ഇന്നലെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഫുജൈറയിൽ പെട്രോളിയം സോണിൽ തീപിടുത്തമുണ്ടാവുകയും 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു എന്ന വാർത്ത വരികയും ചെയ്തതാണ്. ഒരുപക്ഷെ ലോകത്തുള്ള പല ഭാഗത്തു നിന്നും ഈ ഒരു ആക്രമണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. ഇന്ത്യ, പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു, ഇറാൻ നടത്തിയിരിക്കുന്ന ഈ ആക്രമണം 3 ഇന്ത്യക്കാർക്ക് പരിക്കേൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു സംഗതി ഇത് തികച്ചും അപലപനീയമാണ്, അൺഅക്സെപ്റ്റബിളാണ്. ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ സ്വീകാര്യമല്ല എന്നും നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യ, ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങളും ഈ ഒരു ആക്രമണത്തെ, കാരണം പ്രത്യേകിച്ച് പ്രകോപനമൊന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ എന്ത് കാരണവശാലാണ് ഇന്നലെ ആക്രമണം പുനരാരംഭിക്കുന്ന മട്ടിൽ ഉണ്ടായത് എന്നത് എല്ലാവരും ചോദിക്കുന്നു, അപലപിക്കുന്നു. അമേരിക്കൻ സേനയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഡാൻ കെയ്ൻ എന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത്, ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ശേഷം തന്നെ സമാധാന ലംഘനത്തിൻ്റെതായ 10 ആക്രമണങ്ങളെങ്കിലും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ്. പെൻറ്റഗൺ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പറയുന്നത്, ഇപ്പോഴും വെടിനിർത്തലിൻ്റെ കാലാവധി അവസാനിച്ചിട്ടില്ല, വെടിനിർത്തൽ തുടരുക തന്നെയാണ്, അതിനിടയിലാണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഇറാൻ ഓർമ്മിക്കണമെന്ന് ഹെക്സത്ത് ഓർമ്മിപ്പിക്കുകയാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യൻ ജീവനക്കാർ, ഇന്ത്യക്കാർ എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ ഇടപെടുന്നത് എന്നതിനെക്കുറിച്ച് ഒരു സാക്ഷ്യപത്രം പോലെ, ഒരു അംഗീകാരം പോലെ UAE പ്രശസ്തമായ ഇമാറിൻ്റെ ഫൗണ്ടർ മുഹമ്മദ് അൽ ലബ്ബാർ അബുദാബിയിലൊരു ഉച്ചകോടിയിൽ പറഞ്ഞത് നമുക്കെല്ലാം അഭിമാനകരമായൊരു സത്യമായി മാറുകയാണ്. ഇന്ത്യക്കാർ എവിടെയുണ്ടെങ്കിലും ജോലി ചെയ്യുമ്പോൾ അതികഠിനമായിട്ടുള്ള ആ ഹാർഡ് വർക്കിനെ കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞു. നമ്മുടെ ചിട്ടയെക്കുറിച്ച്, നമ്മുടെ ഡിസിപ്ലിനെക്കുറിച്ച് എടുത്തു പറഞ്ഞു. മാത്രമല്ല, ഈ ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാനുള്ളൊരു സ്കിൽ ഇന്ത്യക്കാർക്കുണ്ട് എന്ന കാര്യവും പറഞ്ഞു. നോക്കണം, ഇത്രയും മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഇമാറിൻ്റെ ഫൗണ്ടർ, ലോകം മുഴുവനും നോക്കി നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഡെവലപ്പറായിട്ടുള്ള ഇമാറിൻ്റെ ഫൗണ്ടറാണ് പറയുന്നത് ഇന്ത്യൻ ജീവനക്കാരെ വെച്ചാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് സമാധാനമായിട്ട് ജീവിക്കാമെന്നുള്ളത്. അത് ഒരു അംഗീകാരമായിട്ട് എടുത്തുകൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും തരണം ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്കുണ്ട് എന്നതിൽ ആത്മാഭിമാനം കൊണ്ട് നമ്മൾ ധൈര്യമായി മുന്നോട്ട് പോകണം. ഈ ഗൾഫ് മേഖലയിലൊക്കെ അത്തരത്തിലുള്ളവർക്ക്, ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കും ഡിസിപ്ലിനുള്ളവർക്കും ക്രൈസിസ് മാനേജ്മെൻറ്റ് അറിയാമെന്നുള്ളവർക്കും ഒരുപാട് അവസരങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട് എന്നത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണമെന്നുള്ളതിൻ്റെ ഒരു വലിയ സർട്ടിഫിക്കറ്റാണ് മുഹമ്മദ് അൽ ലബ്ബാറിൻ്റെ വാക്കുകൾ എന്ന് തിരിച്ചറിയണം.
Night updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Sud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature Abu Shagara, Sharjah.